ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ മാത്യൂസ് കേക്കാണ്. നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സിന്ധു കൃഷ്ണൻ്റെ വ്ലോഗ് കണ്ടപ്പോഴാണ് എനിക്കിത് ഉണ്ടാക്കണം എന്ന് തോന്നുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് ഫ്ലോർ ആണ്. അത് ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1½ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ അതിലേക്ക് 2 പിഞ്ച് സോൾട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ഇതൊക്കെ നമ്മളൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളർ വരുന്നവരെ വിസ്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ആയിട്ടുള്ള വാനില എസൻസ് ആണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 7 ടേബിൾ സ്പൂൺ ഷുഗർ. ഇത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മിക്സ്ചറിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പുളിയില്ലാത്ത 2½ ടേബിൾ സ്പൂൺ കേടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 50 ഗ്രാം ബട്ടർ. ഇതൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുത്ത് വരുമ്പം എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ വല്ലാണ്ടൊന്ന് പിരിഞ്ഞ പോലെയൊക്കെ ഇരിക്കും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ധൃതിയൊന്നുമില്ല. മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒരു കൺസിസ്റ്റൻസി ആകുന്നവരെ മെല്ലെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടാകുമ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാച്ചിയ പാലാണ് കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബട്ടർ തേച്ച് നമുക്ക് പാനൊന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് മെല്ലെ ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ പരത്തി ഒന്ന് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ തവിയോണ്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. പിന്നെ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ 2-3 ടാപ്പും കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓവൻ സെറ്റപ്പിലേക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഹൈ ടെമ്പറേച്ചറിൽ. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും അതിനുശേഷം 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലുമാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. ആ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ക്രീം ഉണ്ടാക്കാം കേട്ടോ. 25 ഗ്രാം ബട്ടറിലേക്ക് 1/2 കപ്പ് ഷുഗറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് പൊടിച്ച പഞ്ചസാര കേട്ടോ. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് കണ്ടോ നല്ല രീതിയിൽ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കിക്കോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇനി സിമ്പിൾ പരിപാടിയാണ്. ഇത് ഈ ട്രേയിൽ നിന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബട്ടർ ക്രീം നല്ല രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മാത്യൂസ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ്. അതേ ടേസ്റ്റ് ആണോന്നൊന്നും അറിയില്ല, കാരണം ഞാൻ ഇതുവരെ മാത്യൂസ് കേക്ക് കഴിച്ച് നോക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബേക്ക് ചെയ്യുന്നത്. അത് സക്സസ് ആയിട്ടുണ്ട്. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.